സുഹൃത്തുക്കളെ, ബയോളജിയുടെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ന്യൂ SCERT ബേസ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ടോപ്പിക്കാണ് തൈറോയിഡ് ഗ്രന്ഥിയാണ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ടോപ്പിക് എടുത്തത് സസ്യ ഹോർമോണുകളാണ് കേട്ടോ. സസ്യ ഹോർമോണുകളെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് രണ്ടാമത്തെ ടോപ്പിക്കാണ് തൈറോയിഡ് ഗ്രന്ഥി. എല്ലാ എക്സാമിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് തൈറോയിഡ് ഗ്രന്ഥി. അപ്പൊ പുതിയ SCERT തൈറോയിഡ് ഗ്രന്ഥിയെ കുറിച്ചിട്ട് എന്താണ് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് നന്നായിട്ട് പഠിച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നന്നായിട്ട് പഠിച്ചു പോകാം കേട്ടോ. നോക്കൂ കൺട്രോൾ ഓഫ് മെറ്റബോളിസം അല്ലേ. മെറ്റബോളിസം നിയന്ത്രണം, മെറ്റബോളിസം ശരീര വളർച്ച വികാസം അല്ലെ. മെറ്റബോളിസം ശരീര വളർച്ച വികാസം എന്നിവയെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഗ്രന്ഥി ഏതാണ്? അത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. അടുത്തൊരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. മെറ്റബോളിസം ശരീര വളർച്ച വികാസം എന്നിവയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാൽ അത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. പഠിച്ചു വെച്ചോളണം കേട്ടോ. ഇതൊരു പോയിന്റ് പഠിച്ചു വെച്ചല്ലോ. ഇനി തൈറോയ്ഡ് ഗ്രന്ഥിയിൽ 2 തരം കോശങ്ങളുണ്ട്. എത്രയാണ്? 2. രണ്ടാമത്തെ പോയിന്റ് പഠിക്കുക. സ്റ്റേറ്റ്മെന്റ് വരും കേട്ടോ. 2 തരം കോശങ്ങളുണ്ട്. ഒന്ന് ഫോളിക്കുലാർ കോശവും 2 പാരാഫോളിക്കുലാർ കോശവും. എങ്ങനെയാണ്? ഒന്ന് ഫോളിക്കുലാർ കോശങ്ങളും 2 പാരാഫോളിക്കുലാർ കോശങ്ങളുമാണ്. ഫോളിക്കുലാർ കോശം തൈറോക്സിൻ എന്ന ഹോർമോണിനെയും പാരാഫോളിക്കുലാർ കോശം കാൽസിട്ടോണിൻ എന്ന ഹോർമോണിനെയും ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ മനസ്സിലായല്ലോ. ഇവിടെ എത്ര പോയിന്റ് നമ്മൾ പഠിച്ചത്? ഇത് 3ാമത്തെ പോയിന്റ് പഠിച്ചു, ഇത് 4ാമത്തെ പോയിന്റ് പഠിച്ചു. അപ്പൊ തൈറോയ്ഡ് ഗ്രന്ഥിയെ കുറിച്ചിട്ട് ഒരു ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ടത് മെറ്റബോളിസം ശരീര വളർച്ച വികാസം എന്നിവയെ നിയന്ത്രിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി. 1. തൈറോയ്ഡ് ഗ്രന്ഥിക്ക് 2 തരം കോശങ്ങളുണ്ട്. എത്രയാണ്? 2. രണ്ടാമത്തെ പോയിന്റ് പഠിച്ചു. ഇനി 3ാമത്തേത് എന്താണ്? ഏതാണ് ആ 2 കോശങ്ങൾ? ഫോളിക്കുലാർ കോശവും പാരാഫോളിക്കുലാർ കോശവും. പഠിച്ചോ? ഫോളിക്കുലാർ കോശവും പാരാഫോളിക്കുലാർ കോശവും. ഇനി 3ാമത്തെ പോയിന്റും പഠിച്ചു. ഇനി 4 എന്താ? ഈ ഫോളിക്കുലാർ കോശമാണ് തൈറോക്സിൻ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഫോളിക്കുലാർ ആണ് തൈറോക്സിന്. ഫോളിക്കുലാർ കോശം, ഫോളിക്കുലാർ മറക്കരുത്. ഫോളിക്കുലാർ ഏതാണ്? തൈറോക്സിനെ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു, തൈറോക്സിൻ. എന്നാൽ പാരാഫോളിക്കുലാർ കോശം ഏതിനെയാണ്? കാൽസിട്ടോണിൻ എന്ന ഹോർമോണിനെയും ഉൽപ്പാദിപ്പിക്കുന്നു. കാൽസിട്ടോണിൻ മറക്കരുത്. ഫോളിക്കുലാർ തൈറോക്സിൻ, പാരാഫോളിക്കുലാർ കാൽസിട്ടോണിൻ. ഇത്രയും പോയിന്റ് ഇവിടെ പഠിച്ചല്ലോ. ഈ 4 പോയിന്റ് തൈറോയ്ഡ് ഗ്രന്ഥിയെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്, മറക്കരുത്. ഇവിടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കണം കേട്ടോ. ഇവിടെ സ്വനപേടകം ലാറിങ്സ്. തൈറോയ്ഡ് ഗ്രന്ഥി ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ട്രക്കിയ ശ്വാസനാളത്തിലെ അല്ലെ, ശ്വാസനാളം ട്രക്കിയ കണ്ടോ. ഇതാണ് ശ്വാസനാളം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് തൈറോയ്ഡ് ഗ്രന്ഥി, അത് കഴിഞ്ഞിട്ട് ലാറിങ്സ് അതായത് സ്വനപേടകം. ആ തൈറോയ്ഡ് ഗ്രന്ഥിയിലുള്ള 2 കോശങ്ങളായിട്ടുള്ള ഫോളിക്കുലാർ കോശവും കൊടുത്തിട്ടുണ്ട്, പാരാഫോളിക്കുലാർ കോശവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഫോളിക്കുലാർ കോശം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണെന്നാ പറഞ്ഞത്? അത് തൈറോക്സിൻ ആണ് അല്ലെ. തൈറോക്സിൻ ആണ്. പാരാഫോളിക്കുലാർ കോശമാണ് കാൽസിട്ടോണിൻ എന്ന് നമ്മൾ പഠിച്ചു, മറക്കില്ലല്ലോ. ഇനി ഈ ഹോർമോണുകളുടെ 2 ഹോർമോൺ ആയിട്ടുള്ള തൈറോക്സിന്റെയും കാൽസിട്ടോണിന്റെയും ധർമ്മം എന്താണെന്ന് നമുക്ക് നോക്കാം. തൈറോക്സിന്റെ എന്താണ്? മെറ്റബോളിസത്തിനെയും ശരീര ഊഷ്മാവിനെയും നിയന്ത്രിക്കുന്നു. മെറ്റബോളിസത്തിനെയും ശരീര ഊഷ്മാവിനെയും നിയന്ത്രിക്കുന്നു. നവജാത ശിശുക്കളിലും കുട്ടികളുടെയും മസ്തിഷ്കം വികസിപ്പിക്കുന്നതും തൈറോക്സിൻ ആണ്. ഹൃദയം, ത്വക്ക്, പ്രത്യുൽപാദന വ്യവസ്ഥ തുടങ്ങിയവയുടെ ആരോഗ്യം നിലനിർത്തുന്നു. ഇത് 3ന്റെയും ഡ്യൂട്ടി തൈറോക്സിന്റേതാണ്. ഇനി കാൽസിട്ടോണിൻ എന്താ? ശരീരത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നു. ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ അവിടെ സ്റ്റേറ്റ്മെന്റ് വന്നത് കൂടുന്നു എന്നാണ് വന്നത് കേട്ടോ. അപ്പൊ കൂടുകയല്ല, കുറയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവിനെ കുറയ്ക്കുന്നതാണ് കാൽസിട്ടോണിൻ എന്ന ഹോർമോണിന്റെ പ്രവൃത്തി. മനസ്സിലായോ? അവിടെ കൂടുന്നു കുറയുന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് അവിടെ ശ്രദ്ധിക്കുക. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. അതിൽ കാൽസ്യത്തിന്റെ എന്ന വാക്കിൽ നിന്ന് തന്നെ അത് കാൽസിട്ടോണിൻ എന്ന് സെലക്ട് ചെയ്യുക.
അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ഇനി തൈറോക്സിൻ എന്താ? മെറ്റബോളിസത്തിനെയും ശരീരോഷ്മാവിനെയും നിയന്ത്രിക്കുന്നു, നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്കം വികസിപ്പിക്കുന്നു, ഹൃദയം, ത്വക്ക്, ഏതൊക്കെയാ? ഹാർട്ട് അല്ലെ, ത്വക്ക്, പിന്നെ പ്രത്യുൽപാദന വ്യവസ്ഥ തുടങ്ങിയവയുടെ ആരോഗ്യം നിലനിർത്തുന്നതും തൈറോക്സിൻ എന്ന ഹോർമോണാണ്. ഇവിടെ നോക്കിക്കേ, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്, ഗോയിറ്റർ ഉണ്ട്. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കുറവാണ്. അപ്പൊ ഇതൊക്കെ എവിടെ വരുന്ന അസുഖങ്ങളാണ്? ഈ തൈറോക്സിന്റെ ഉൽപാദനത്തിൽ വരുമ്പോ മാറ്റങ്ങളും കുറയലും കൂടുതലും ഒക്കെ വരുമ്പോ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ഈ 3 അസുഖങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഹൈപ്പർ എന്ന് പറയുമ്പോ ഹൈപ്പർ കൂടുതലാണ് അല്ലെ, ഹൈപ്പർ എന്താ? കൂടുതലാണ്. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറവാണ് കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമ്മൾ ഈ ബോക്സിലുള്ളത് പഠിക്കാൻ പറ്റും, എളുപ്പമായിട്ട് പഠിക്കാം കേട്ടോ. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ. അപ്പൊ തൈറോക്സിന്റെ ഉൽപാദനം എന്തായിരിക്കും? കൂടുന്നു. തൈറോക്സിന്റെ ഉൽപാദനം കൂടുമ്പോഴാണ് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെയും കൂടുതലാണ്, ഇവിടെയും കൂടുതലാണ്. അപ്പൊ ഇവിടെയും എന്തായിരിക്കും? എല്ലാം കൂടുതലായിരിക്കും. ഒന്ന് മാത്രമേ കുറവുള്ളൂ, ഭാരം മാത്രമാണ് കുറവുള്ളൂ. മെറ്റബോളിസത്തിന്റെ നിരക്ക് കൂടും, ഹൃദയമിടിപ്പ് കൂടും, അമിതമായ വിയർപ്പായിരിക്കും, ഉത്കണ്ഠ അല്ലെ, അതായത് ആശങ്കയും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇതൊക്കെ ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇനി ഹൈപ്പോ തൈറോയിഡിസം എന്താ? കുറവായിരിക്കും. അപ്പൊ എല്ലാം എന്താണ്? കുറവാണ്. പക്ഷെ ഭാരം മാത്രം എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ, ഭാരം മാത്രമായിരിക്കും കൂടുതൽ കേട്ടോ. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം. മെറ്റബോളിസം കുറയുന്നു, ശരീരഭാരം കൂടുന്നു, ഹൃദയമിടിപ്പ് കുറയുന്നു, ക്ഷീണം തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. ക്ഷീണം തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ എന്താണ്? തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് കേട്ടോ. ഇനി ഗോയിറ്റർ, വെരി ഇമ്പോർട്ടന്റ്. തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന നിരവധി തകരാറുകൾ അയഡിന്റെ അപര്യാപ്തത അല്ലെ, അയഡിന്റെ അപര്യാപ്തത, അതായത് ഉപ്പിന്റെ അംശം നമുക്കറിയാം ശരീരത്തിൽ കുറയാനും പാടില്ല അല്ലെ. ഉപ്പ് കുറയാൻ പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ ഗോയിറ്റർ എന്ന അസുഖത്തിലേക്ക് ബാധിക്കും അല്ലെ. തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന നിരവധി തകരാറുകളാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അതിൽ അയഡിന്റെ അപര്യാപ്തതയാണ് ഗോയിറ്ററിന് കാരണമാകുന്നത്. വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ഗോയിറ്ററിന്റെ ലക്ഷണം? കഴുത്തിൽ ഉണ്ടാകുന്ന വീക്കം അല്ലെ, ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ട്. ഇതാണ് എന്താണ് ഗോയിറ്ററിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ പഠിച്ചു വെക്കുക. തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന 3 അസുഖങ്ങളാണ്. ഒന്ന് ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം, ഗോയിറ്റർ. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ ഹൈപ്പർ എന്ന വാക്കിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യണം. ഹൈപ്പർ എന്ന വാക്കിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യണം. ഭാരം മാത്രമായിരിക്കും കുറവ്, ബാക്കി എല്ലാം കൂടുതലാണ് കേട്ടോ. തൈറോക്സിന്റെ ഉൽപാദനം കൂടുതലാണ്, മെറ്റബോളിസത്തിന്റെ നിരക്ക് കൂടുതലാണ്, ഹൃദയമിടിപ്പ് കൂടുതലാണ്, അമിതമായിട്ടുള്ള വിയർപ്പാണ്, ഉത്കണ്ഠ ആശങ്ക കൂടുതലായിരിക്കും. ഇനി ഹൈപ്പോ കുറവാണ്, തൈറോക്സിന്റെ ഉൽപാദനം കുറവാണ്, മെറ്റബോളിസം കുറയുകയാണ്, ഹൃദയമിടിപ്പ് കുറയുകയാണ്, ക്ഷീണവും തണുപ്പും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, ശരീരഭാരം മാത്രമായിരിക്കും എന്ത്? കൂടുക. ഇനി ഗോയിറ്റർ എന്താ? തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന നിരവധി തകരാറുകളാണ് അല്ലെ, തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന നിരവധി തകരാറുകളാണ്. അയഡിന്റെ അപര്യാപ്തതയാണ് ഗോയിറ്റർ എന്ന അസുഖത്തിന് കാരണമാകുന്നത്. ഓക്കെയാണോ? ഇനി എന്താ ഗോയിറ്ററിന്റെ ലക്ഷണം? കഴുത്തിലുണ്ടാകുന്ന വീക്കം, അതേപോലെ എന്താ? ഭക്ഷണം വിഴുങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെ. ഇനി നോക്കൂ, രക്തത്തിലെ കാൽസ്യത്തിന്റെ ക്രമീകരണം. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ തോത്, വെരി ഇമ്പോർട്ടന്റ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ. നമ്മുടെ ശരീരത്തിലെ കാൽസ്യം, നമ്മളിപ്പോ BP ഷുഗർ ഒക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയും അല്ലെ, 80 110 എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അതേപോലെ നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിന്റെ തോത് എത്രയായിരിക്കണം? 9 to 11 മില്ലിഗ്രാം അല്ലെ. ആ ഒരു ലെവലിലായിരിക്കണം. 9 11, മറക്കരുത്, 9 11 ആണ്. ഈ അളവ് നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്? ഇത് നമ്മൾ ഇതിൽ കൂടുതലാണ് അല്ലെ, 9 അല്ലെങ്കിൽ 9 കൂടുതൽ 11 വരെ ആകണം, എന്നാലേ നമ്മുടെ ശരീരത്തിൽ കാൽസ്യം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിട്ടോണിനും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പാരാ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതെർമോണും ചേർന്നാണ് ഇത് സാധ്യമാക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തില് കാൽസ്യത്തിന്റെ തോത് നിയന്ത്രിക്കുന്നത് ആരൊക്കെയാണ്? തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിട്ടോണിനും, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കാൽസിട്ടോണിൻ, അതേപോലെ പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതെർമോണും ആണ്. പാരാതെർമോണുമാണ് എന്ത് ചെയ്യുന്നത്? കാൽസിട്ടോണിനും പാരാതെർമോണുമാണ് നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന 2 ഹോർമോൺ. പഠിച്ചു വെക്കണം. ഓക്കെ, എന്നാൽ നമുക്ക് അവിടെ പാരാതൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഒരു പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കെന്നാ ഇത്രയും പഠിച്ചതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ നമുക്കൊന്ന് പഠിച്ചു പോകണം അല്ലേ, പഠിച്ചു പോകേണ്ടതുണ്ട്, എന്നാലേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ.
ഉള്ളൂ. ഇവിടെ പാരാതൈറോയ്ഡ് ഗ്രന്ഥിയുടെ തന്നിട്ടുണ്ട് രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ, കണ്ടോ പാരാതൈറോയ്ഡ് ഗ്രന്ഥി. ഇനി രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടുന്ന സമയത്തുള്ള തൈറോയ്ഡ് ഗ്രന്ഥി നോക്കിക്കേ. ഇനിയിപ്പോ തൈറോയ്ഡ് ഗ്രന്ഥി, പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് പാരാതെർമോൺ. പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് പാരാതെർമോൺ അല്ലേ. നോക്കിക്കേ, രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്ന സമയത്താണ്, രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്ന സമയത്താണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി പാരാതെർമോൺ എന്ന ഹോർമോണിന്റെ ഉൽപാദനം നടക്കുന്നത്. എന്നാൽ തൈറോയ്ഡ് ഗ്രന്ഥിയിലെ നമുക്കറിയാം കാൽസ്യത്തിന്റെ അളവ് കൂടുന്ന സമയത്താണ് കാൽസിട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപാദിപ്പിക്കുന്നത്. ഇനി ഇവിടെ പാരാതെർമോണിന്റെ ഇവിടെ പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. കാൽസ്യം, ഫോസ്ഫേറ്റ് എന്നിവയുടെ രക്തത്തിലേക്കുള്ള പുനരാഗിരണം ത്വരിതപ്പെടുത്തുന്നു. അതേപോലെ കാൽസിട്ടോണിൻ നോക്കിക്കേ, കാൽസ്യത്തിന്റെയും ഫോസ്ഫേറ്റിന്റെയും രക്തത്തിലേക്കുള്ള പുനരാഗിരണം തടസ്സപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ പുനരാഗിരണത്തെ ത്വരിതപ്പെടുത്തുകയാണ് അല്ലെ, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ, കാൽസ്യത്തിനെയും ഫോസ്ഫേറ്റിനെയും രക്തത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഇത് കൊടുക്കുന്നത് ആരാണ്? പാരാതെർമോൺ ആണ്. എന്നാൽ അതിനെ തടസ്സപ്പെടുത്തുന്നത് കാൽസിട്ടോണിൻ ആണ്. പഠിച്ചു വെക്കണം. രക്തത്തിലേക്കുള്ള കാൽസ്യത്തിന്റെ ആഗിരണത്തെ എന്ത് ചെയ്യുന്നു? ത്വരിതപ്പെടുത്തുന്നു അല്ലെ. നോക്കിക്കേ, പിക്ചർ തന്നിട്ടുണ്ട്. കാൽസ്യത്തിന്റെ ആഗിരണത്തെ കുറയ്ക്കുന്നു അല്ലെ. അതേപോലെ നോക്കിയേ, അസ്ഥിയിൽ നിന്ന് കാൽസ്യം, ഫോസ്ഫേറ്റ് എന്നിവ രക്തത്തിൽ കലരുന്ന പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു. ഇവിടെ നോക്ക്, അസ്ഥിയിൽ നിന്നും കാൽസ്യം, ഫോസ്ഫേറ്റ് എന്നിവ രക്തത്തിൽ കലരുന്ന പ്രവർത്തനത്തെ തടയാൻ. അപ്പൊ കാൽസിട്ടോണിൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ് അല്ലെ? ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പ്രവൃത്തി അല്ലെ. നമുക്ക് അങ്ങനെ, അതായത് ആ ഒരു ലാംഗ്വേജിൽ നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ വാക്കുകളിൽ നിന്ന് നമുക്ക് എടുക്കാം. എങ്ങനെ? അതൊരു നെഗറ്റീവ് ആണ് അല്ലെ. ഫോസ്ഫേറ്റ് എന്നിവ രക്തത്തിൽ കലരുന്ന പ്രവർത്തനം തടയണം. വർക്ക് പോസിറ്റീവ് ആയിരിക്കാം, അവിടെ ചെയ്യുന്ന ഡ്യൂട്ടി പോസിറ്റീവ് ആയിരിക്കാം, പക്ഷേ ഈ പറയുന്ന ഫേസ് ടു അല്ലെ, നമ്മൾ കാണുന്ന ആ വാക്കുകളിൽ എന്താണ് പറയുന്നത് നോക്കിക്കേ. അസ്ഥിയിൽ നിന്നും കാൽസ്യം, ഫോസ്ഫേറ്റ് എന്നിവ രക്തത്തിൽ കലരുന്ന പ്രവർത്തനം അല്ലെ, രക്തത്തിൽ കലരുന്ന പ്രവർത്തനം തടയുന്നു. അതായത് ആ തടയുന്നു എന്ന വാക്കിൽ നിന്നാണ് ഞാൻ ഒരു നെഗറ്റീവ് എന്ന ഒരു വാക്ക് പറഞ്ഞത് കേട്ടോ. അതിന്റെ പ്രവർത്തനത്തെ അല്ല ഞാൻ പറഞ്ഞത്. അതേപോലെ ഇവിടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയാണ്, അതൊരു പോസിറ്റീവ് ആണ് അല്ലെ. ഉത്തേജിപ്പിക്കുക, ഒരു എനർജി അല്ലെ. ഒരാളെ നമ്മളെ ഒരു ഇത് കൊടുക്കുന്ന സമയത്ത് എന്താ ചെയ്യുക? ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്ന സമയത്ത് അത് നമ്മളൊരു പോസിറ്റീവായ കാര്യമാണ് അല്ലെ. ആ സമയത്ത് ഒരാളെ നമ്മൾ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അതെന്താ? അതൊരു നെഗറ്റീവ് ആണ് അല്ലെ. അങ്ങനെ ഒരു ഇതിനെ കണക്ട് ചെയ്ത് വെക്കാം. ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഇത് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഉത്തേജിപ്പിക്കുന്നത് ആരാ? പാരാതെർമോൺ ആണ്. എന്നാൽ എല്ലാം തടയുന്നതും ആഗിരണം കുറയ്ക്കുന്നതും ഒക്കെ ആരാ? കാൽസിട്ടോണിൻ ആണ്. എങ്കിൽ നോക്ക്, കാൽസ്യത്തിന്റെ സാധാരണ തോത് എത്രയാ നമ്മൾ പഠിച്ചത്? കാൽസ്യത്തിന്റെ സാധാരണ തോത് ഇവിടെ സൂചകങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് പറഞ്ഞേ, കാൽസ്യത്തിന്റെ സാധാരണ തോത് എത്രയാ? 9/11 അല്ലെ മില്ലിഗ്രാം. ഓക്കെ, അത് പഠിച്ചോ. കാൽസിട്ടോണിന്റെ പ്രവർത്തനം എന്താ മക്കളെ? കാൽസിട്ടോണിന്റെ പ്രവർത്തനം എന്താ പഠിച്ച? പാരാതെർമോണിന്റെ പ്രവർത്തനം എന്താ പഠിച്ച? കാൽസിട്ടോണിന്റെ പ്രവർത്തനവും പാരാതെർമോണിന്റെ പ്രവർത്തനവും. നമുക്ക് ഇതെല്ലാം ചേർത്തിണക്കി ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതി പഠിച്ചാലോ? മക്കളെ ഒരു കാര്യം ചെയ്യുക, നമ്മളിപ്പോ നിങ്ങൾക്കത് ചിത്രം കാണിച്ചു തന്നെ അല്ലേ. നമ്മളെപ്പോഴും ആ ന്യൂ SSCERT കൊടുത്തിരിക്കുന്ന തൈറോയ്ഡ് ഗ്രന്ഥിയെ കുറിച്ചിട്ട് തന്നിരിക്കുന്ന എല്ലാം നിങ്ങൾക്ക് ഞാൻ ആ പിക്ചർ എല്ലാം നമ്മുടെ SSCERT തന്നു. എന്നാൽ നമുക്കതിന് ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ ഇതെല്ലാം പഠിച്ചു. ഇനി പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്ന് റിവിഷൻ ചെയ്യാണ് കേട്ടോ. മെറ്റബോളിസത്തിന്റെ പ്രധാനപ്പെട്ട ഹോർമോൺ ഏതാണ്? മെറ്റബോളിസത്തിനുള്ള പ്രധാന ഹോർമോൺ ഏതാണ്? തൈറോക്സിൻ ആണ്. മെറ്റബോളിസത്തിനുള്ള പ്രധാന ഹോർമോൺ ഏതാണ്? തൈറോക്സിൻ ആണ്. തൈറോക്സിൻ ഏതാണ്? പഠിച്ചത് ഓർമ്മ വരണം. തൈറോയിഡിലുള്ള ഫോളിക്കുലാർ കോശങ്ങളാണ് തൈറോക്സിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. നേരത്തെ പഠിച്ചതല്ലേ, ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നല്ലേ. അപ്പൊ തൈറോയിഡിലുള്ള ഫോളിക്കുലാർ കോശങ്ങൾ സ്രവിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. തൈറോക്സിന്റെ ഡ്യൂട്ടി മെറ്റബോളിസത്തിനുള്ള പ്രധാനപ്പെട്ട ഹോർമോണാണ്. ഇനി പാരാഫോളിക്കുലാർ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? പാരാഫോളിക്കുലാർ കോശം? കാൽസിട്ടോണിൻ. ഈ 3 ക്വസ്റ്റ്യൻ ഇവിടെ പഠിച്ചോ. 3 ക്വസ്റ്റ്യൻ ഇവിടെ പഠിച്ചോ. മെറ്റബോളിസത്തിനുള്ള പ്രധാന ഹോർമോൺ ഏതാ? തൈറോക്സിൻ. പഠിച്ചോ? തൈറോക്സിൻ. ചോദ്യം വരും. അടുത്ത എക്സാമിന് ക്വസ്റ്റ്യൻ ആണ്. മെറ്റബോളിസത്തിനുള്ള പ്രധാന ഹോർമോൺ തൈറോക്സിൻ. തൈറോയിഡിലുള്ള ഫോളിക്കുലാർ കോശങ്ങളാണ് സ്രവിക്കുന്നതാണ് തൈറോക്സിൻ എന്ന ഹോർമോൺ. ഫോളിക്കുലാർ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ. പാരാഫോളിക്കുലാർ കോശം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ കാൽസിട്ടോണിൻ. ഇവിടെ ഫോളിക്കുലാർ തന്നിട്ടുണ്ട്, പാരാഫോളിക്കുലാർ തന്നിട്ടുണ്ട്. ഇനി നോക്കിക്കേ, തൈറോക്സിൻ ഹോർമോണിന്റെ പ്രവർത്തനം എന്തൊക്കെയാണ്? തൈറോക്സിൻ ഹോർമോണിന്റെ പ്രവർത്തനം: മെറ്റബോളിസം നിയന്ത്രണം, ശരീര ഊഷ്മാവ് നിയന്ത്രണം, നമ്മൾ നേരത്തെ പഠിച്ചതാണ്,
നവജാത ശിശുക്കളുടെയും ആ ബോക്സിലൊക്കെ പഠിച്ചില്ലേ, നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്ക വികാസം, ശരീര വളർച്ചയും വികാസം, ഹൃദയം, ത്വക്ക്, പ്രത്യുൽപാദന വ്യവസ്ഥ എന്നിവയുടെ ആരോഗ്യം, ഇത്രയും കാര്യങ്ങളാണ് തൈറോക്സിൻ ഹോർമോണിന്റെ പ്രവർത്തനം. ഓക്കെയാണ്. ഓക്കെ, അതെ. അപ്പോൾ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും, അത് എപ്പോഴും ചോദ്യങ്ങൾ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എപ്പോഴും അത് തൈറോക്സിൻ എന്നാണ് കേട്ടോ. കുട്ടികളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഏത് ഹോർമോൺ ആയിരിക്കും? തൈറോക്സിൻ ആയിരിക്കും. മെറ്റബോളിസ നിയന്ത്രണം, ശരീരോഷ്മാവ് നിയന്ത്രണം, നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്ക വികാസം, ശരീര വളർച്ചയും വികാസം, ഹൃദയം, ത്വക്ക്, പ്രത്യുൽപാദന വ്യവസ്ഥ എന്നിവയുടെ ആരോഗ്യത്തിനും സഹായിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിൻ എന്ന ഹോർമോൺ. ഇനി തൈറോക്സിൻ കുറയുന്ന അവസ്ഥ എന്താണ്? തൈറോക്സിൻ കുറയുന്ന അവസ്ഥ ഹൈപ്പോ തൈറോയിഡ്സ് അല്ലെ, ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറയുകയാണ്. ഇനി തൈറോക്സിൻ കൂടുന്ന അവസ്ഥ എന്താ? അത് ഹൈപ്പർ തൈറോയിഡിസം ആണ് അല്ലെ. തൈറോക്സിൻ കൂടുന്ന അവസ്ഥ ഹൈപ്പർ തൈറോയിഡിസം ആണ്. ഇനി ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഹൈപ്പർ കൂടുന്ന അവസ്ഥ, മെറ്റബോളിസത്തിന്റെ നിരക്ക് കൂടുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു, അമിതമായ വിയർപ്പ്, ഉത്കണ്ഠ, ഭാരം മാത്രം കുറവ്. ഇനി ഹൈപ്പോ തൈറോയിഡിസം, മെറ്റബോളിസം കുറയുന്നു, ഹൈപ്പോയാണ് കുറവാണ് അല്ലെ, ഹൃദയമിടിപ്പ് കുറയുന്നു, ക്ഷീണം, ഭാരം എന്താ? ഭാരം അല്ലെ കൂടുന്നു, തണുപ്പ് സഹിക്കാനാവില്ല. ഇനി തൈറോക്സിൻ ഉൽപാദനത്തിന് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ആവശ്യമായ മൂലകം ഏതാണ്? തൈറോക്സിൻ ഉൽപാദനത്തിന് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ആവശ്യമായ മൂലകം ഏതാ? അയഡിൻ ആണ് അല്ലെ, നമ്മൾ പഠിച്ചു അയഡിൻ ആണ്. ഇതിന്റെ അഭാവം കഴുത്തിലെ വീക്കമായ ഗോയിറ്ററിന് കാരണമാകും. ഇനി തൈറോയ്ഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട തകരാറുകൾ ഏതൊക്കെയാണ്? ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം, ഗോയിറ്റർ ആണ്. ഇനി കാൽസിട്ടോണിൻ എന്ന ഹോർമോണിന്റെ പ്രവർത്തനം എന്താണ്? കാൽസിട്ടോണിൻ ഹോർമോണിന്റെ പ്രവർത്തനം രക്തത്തിലെ കാൽസ്യം സാധാരണ പരിധിയിലും കൂടിയാൽ അത് ക്രമീകരിക്കാൻ സഹായിക്കുന്നത് അല്ലെ. കാൽസ്യത്തിന്റെ അളവ് കൂടിയാൽ അതിനെ എന്ത് ചെയ്യണം? സാധാരണ ലെവൽ ആക്കണം അല്ലെ. കാൽസ്യത്തിന്റെ അളവ് ഇപ്പൊ 9:11 ആണെന്ന് പറഞ്ഞു, ഇതിപ്പോ കൂടി വരികയാണെങ്കിൽ അതിനെ ഈ അളവിൽ നിയന്ത്രിക്കണമെങ്കിൽ അവിടെ കാൽസിട്ടോണിൻ ഹോർമോണിന്റെ പ്രവർത്തനം വേണം. ഇനി രക്തത്തിൽ കാൽസ്യത്തിന്റെ സാധാരണ പരിധി എത്രയാണ്? 9:11 മില്ലിഗ്രാം 100 മില്ലിക്ക് അല്ലെ, അത്രയാണ് കണക്ക്. ഇനി തൈറോയിഡിന്റെ കാൽസിട്ടോണിനും പാരാതൈറോയിഡിന്റെ പാരാതെർമോണുമാണ് കാൽസ്യത്തിന്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്നത്. പഠിച്ചില്ലേ? തൈറോയിഡിന്റെ കാൽസിട്ടോണിൻ, പാരാതൈറോയിഡിന്റെ പാരാതെർമോണും, കാൽസിട്ടോണിനും പാരാതെർമോണുമാണ് കാൽസ്യത്തിന്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്നത്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടുന്ന സമയത്ത് തൈറോയിഡ് ഗ്രന്ഥിയുടെ കാൽസിട്ടോണിൻ സ്രവിക്കപ്പെട്ട് കാൽസ്യം അസ്ഥികളിൽ നിന്ന് രക്തത്തിലേക്ക് കലരുന്നത് തടയുക നെഗറ്റീവ് പ്രവൃത്തി അല്ലെ, നമ്മൾ പഠിച്ചില്ലേ? നേരത്തെ പിക്ചർ പഠിച്ചത് മുഴുവനാണ്, ഇവിടെ പുതിയതായിട്ട് ഒന്നും പഠിക്കുന്നില്ല, പറഞ്ഞ കാര്യങ്ങൾ തന്നെ അത് നിങ്ങൾക്കൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ കാൽസിട്ടോണിൻ ആണ് എന്ത് ചെയ്യുന്നത്? അസ്ഥികളിൽ നിന്ന് രക്തത്തിലേക്ക് കലരുന്നത് തടയുക, നെഗറ്റീവ് പ്രവൃത്തി എന്ന് പറയില്ലേ, തടയുക. വൃക്കകളിൽ അതിന്റെ പുനരാകിരണം തടയുകയും കുടലുകളിൽ നിന്നുള്ള ആകിരണം തടയുകയും ചെയ്യുന്നത് കാൽസിട്ടോണിൻ ആണ്. എന്നാൽ കാൽസ്യം കുറവാണെങ്കിൽ പാരാതൈറോയ്ഡ് ഗ്രന്ഥി, ഇവിടെ കാൽസ്യം കൂടുമ്പോഴുള്ള അവസ്ഥയാണ്, കാൽസ്യം കൂടുമ്പോഴാണ്. ഇനി ഇവിടെ കാൽസ്യം കുറവാണെങ്കിൽ പാരാതൈറോയ്ഡ് ഗ്രന്ഥിയുടെ പാരാതെർമോൺ സ്രവിക്കപ്പെട്ട കാൽസ്യം അസ്ഥികളിൽ നിന്ന് രക്തത്തിലേക്ക് കലർന്ന പ്രവർത്തനം ഊർജിതമാക്കുകയും വൃക്കകളിൽ അതിന്റെ പുനരാകിരണം ത്വരിതപ്പെടുത്തുകയും കുടലുകളിൽ നിന്നുള്ള ആകിരണം കൂട്ടുകയും ചെയ്യുന്നു. അപ്പൊ തൈറോയ്ഡ് ഗ്രന്ഥിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി ഇതിനപ്പുറം തൈറോയ്ഡ് ഗ്രന്ഥിയെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനില്ല. ആ SSCRT മുഴുവനാക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ അവർ തന്നിട്ടുള്ള ചോദ്യ സൂചകങ്ങൾ എന്നൊക്കെ പറയാം, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ആൻസർ ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ താഴെ നിങ്ങളുടെ കമന്റുകൾ ഒന്ന് പോരട്ടെ കേട്ടോ. ആ കമന്റുകളായിരിക്കും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ, ഇതുപോലെ സയൻസിന്റെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഇങ്ങനെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ എടുത്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിന് നിങ്ങളുടെ സപ്പോർട്ടാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ വലതുവശത്ത് ഒരു ബെൽ ഐക്കൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എപ്പോഴും സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ, ആ വലതുവശത്ത് ഒരു ബെൽ ബട്ടൺ അമർത്തിയാൽ എല്ലാ ക്ലാസ്സുകളും അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും കേട്ടോ. അതേപോലെ അഭിപ്രായങ്ങളും ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള വിമർശനങ്ങളും ഒക്കെ എഴുതി അറിയിക്കുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോ കാണുമ്പോൾ ഹൈപ്പ് കൊടുക്കുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.